വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. കമ്പിപ്പാരയെടുക്കുന്ന CCTV ദൃശ്യങ്ങൾ വെച്ച് ഡ്രൈവർ കുഞ്ഞുമോനെ ചോദ്യം ചെയ്യുന്ന SP. കുഞ്ഞുമോൻ തനിക്ക് അതിരിങ്കൽ കുടുംബത്തോടുള്ള പക വ്യക്തമാക്കുന്നു. സച്ചിയെ അബൂട്ടി കൊല്ലാൻ കൊണ്ടുപോയ സംഭവം കണ്ട ഡ്രൈവർ കുഞ്ഞുമോൻ അത് വിവരിക്കുന്നു. ഇങ്ങോട്ട് മാറിക്കടോ. മുരളി, അവരെങ്ങ് വിളിക്ക്. സർ, ചെല്ല്. കേട്ടല്ലോ സാറേ. എന്നിട്ട് എന്താ സാറ് പറഞ്ഞേ? ഞങ്ങൾ കുടുംബക്കാരെല്ലാരും കൂടെ ചേർന്ന് സച്ചിക്ക് കൊട്ടേഷൻ കൊടുത്തെന്നോ? ആണോ സാറ് പറ. എന്റെ പോലീസ് സഖാക്കൾ ഇങ്ങനെ തോറ്റുപോകുന്നത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ കേരള പോലീസ് സഖാക്കള് തോറ്റൊന്ന് വിചാരിക്കേണ്ട സഖാവേ. പറയടാ, ആരാണ് നിനക്ക് കൊട്ടേഷൻ തന്നെ? സച്ചിയുടെ തലയ്ക്ക് കമ്പിപ്പാര കൊണ്ടടിക്കാൻ ആരാടാ നിനക്ക് കൊട്ടേഷൻ തന്നെ? പറയടാ പോളച്ചൻ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ, ഒരേ കുടുംബത്തിൽ നിന്ന് 2 കൊട്ടേഷൻ. ചാലി സാർ ഇപ്പൊ പറഞ്ഞല്ലോ പോലീസ് സഖാക്കൾ തോക്കുന്നത് കാണാൻ പറ്റില്ല എന്ന്. ഇപ്പൊ എന്ത് പറയുന്നു?
പോലീസ് സഖാക്കൾ പുലിയാ. സുഭാഷേ, അവരെ ഇങ്ങ് വിളി. എന്തായി മണിക്കുട്ടി, കൊണ്ടുവന്നോ? കൊണ്ടുവന്നുണ്ട് സാർ. വിളിക്കട്ടെ? വിളിക്ക്. മാമ, സാറേ, നിങ്ങളുടെ കൊലോമ്പന്മാരെ കുടുംബക്കാരൊക്കെ ഉണ്ട്. ഈ കുഞ്ഞുമോൻ നിങ്ങളുടെ ഡ്രൈവർ ആയിരുന്നല്ലേ? എന്റെ മാത്രമല്ല, അതിലെ എല്ലാവരുടെയും വയനാട്ടിൽ നിന്ന് ചാലി കൊണ്ടുവന്നതാണ്. എന്നിട്ട് നിങ്ങൾ അവനെ അങ്ങ് ദത്തെടുത്തു. അതെന്തിനാ? എനിക്കിവൻ വിശ്വസ്തനായിരുന്നു. എന്നെ ചതിച്ചവർ ഇവരെ ചതിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ഇവൻ നിന്നു, അന്നും ഇന്നും. ഈ സച്ചിയുടെ പിന്നാലെ കൂടണമെന്നും അവനെ ഇല്ലാതാക്കണമെന്നും അത് നിങ്ങൾ തീരുമാനിച്ചത് എപ്പോഴാ? എന്റെ തറവാട്ട് മുറ്റത്ത് വന്ന് എന്റെ കൊച്ചിനെ തുരുത്തിക്കൊണ്ട് പൊറപ്പിക്കാന്ന് വെല്ലുവിളിച്ച അന്ന് തീരുമാനിച്ചു പോളച്ചൻ. ഈ സച്ചിയെ കമ്പിപ്പാര കൊണ്ട് തല്ലി ഇല്ലാതാക്കാൻ കുഞ്ഞുമോന് കൊട്ടേഷൻ കൊടുത്ത എന്തിനാ? ഈ നിൽക്കുന്ന ഭാര്യയും മകനും മറ്റു ബന്ധുക്കളും ഒന്നും അറിയാതെ എന്തിനാ? പറയൂ, പറ. സാറേ, രണ്ടുപേരുടെയും ലക്ഷ്യം സച്ചയായിരുന്നു. ഇവന്റെ ജീവനെടുക്കാൻ ഈ അബൂട്ടിക്ക് ഇവർ കൊട്ടേഷൻ കൊടുത്തു, വിഷം കൊടുത്തു, വെള്ളത്തിൽ ചവിട്ടിത്താത്തി. പക്ഷെ ഇവർ തോറ്റു. ജയിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. ഞാനത് ചെയ്തു, ജയിപ്പിച്ചു. പക്ഷെ ഇവന് ഭാഗ്യമുള്ളതുകൊണ്ട് ഇവൻ വീണ്ടും ജീവനോടെ വന്നു. എന്നിട്ട് നിങ്ങൾ നിർത്തിയില്ല. അന്നയോടും സച്ചിയോടും വീട്ടുകാരോടും സ്നേഹം കൂടി മയിലാടുംതുരത്തിൽ അന്തി ഉറങ്ങാൻ ചെന്ന് കയറി. ലക്ഷ്യം സച്ചിയുടെ ജീവനായിരുന്നു. പറകലേശ, അവിടെ എന്താ ഉണ്ടായെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്ക. എന്നെ ആശാനിയും അമിതമായിട്ട് മദ്യപിച്ച് കിടത്തിയിട്ട് സച്ചിയെ കായൽക്കരെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഈ കുഞ്ഞുമോൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷെ ഇയാള് കുഞ്ഞുമോനായിട്ട് സംസാരിച്ചത് ഞാൻ മനുഷ്യമുള്ള കേട്ടു സാറേ. എന്റെ മകന്റെ ജീവിതം പിന്നെ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം ആശാനും മണിച്ച് ഞാനും ഇയാളെ പിടിച്ച് പൂട്ടിയിട്ടു സാറേ. നീ എന്താടാ വിചാരിച്ചത്? എന്റെ മോളെ കൊണ്ടുപോകാൻ തന്നെയാടാ ഞാൻ വന്നത്. ഞങ്ങൾ അഭിമാനികളാടാ, അന്തസ്സുള്ള തറവാട്ടുകാരാടാ. വാഴ്ത്തപ്പെട്ടവർക്ക് ജന്മം കൊടുത്ത പാരമ്പര്യമുള്ള കുടുംബ തറവാടാണ് ഞങ്ങളുടെ അതിരെങ്കിൽ തറവാട്. ഞങ്ങളുടെ പാരമ്പര്യവും അന്തസ്സും വിട്ട് ഒരു മിന്നുകെട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടില്ല, നടത്താൻ സമ്മതിച്ചിട്ടില്ല. കൊല്ലും കൊലയുള്ള തറവാടാണെന്ന് അഭിമാനത്തോട് പറഞ്ഞു വാഴ്ത്തിയിട്ടുള്ള നാടാണിത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെണ്ണിനെ ഒരു ചെറുക്കൻ കയറി വരണമെങ്കിൽ ആ ചെറുക്കന് അന്തസ്സും പാരമ്പര്യവും കുടുംബമേ ഉണ്ടായിരിക്കണം. നിനക്കൊക്കെ ഞങ്ങളുടെ ബംഗ്ലാവിന്റെ പടിപ്പുര കഴിയാനുള്ള യോഗ്യത ഉണ്ടടാ തെണ്ടികളെ. ഞങ്ങളുടെ കൊച്ചിനെ ഈ തുരുത്തിലെ വെള്ളക്കുഴിയിൽ നിനക്ക് ജീവിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നടക്കൂലടാ തെണ്ടികളെ. ഞങ്ങളുടെ കുടുംബം ഒറ്റക്കെട്ടാടാ. രാത്രി ഇരുട്ടി വെളുക്കണേന് മുമ്പേ, കോഴി 3 കൂന്നതിന് മുമ്പേ നിന്റെ മോന്റെ ജീവനെടുക്കാനാടാ ഞാൻ വന്നത്. സാറേ,
എന്റെ ചെറുക്കനെ വീണ്ടും കൊലയ്ക്കൊടുക്കാൻ അയാൾ വന്നെന്ന് എന്റെ അന്നമോളെ അറിയിച്ച എന്റെ മക്കൾക്ക് വല്ലതും വന്ന് വീണ്ടും ഒന്ന് പേടിച്ച സാറേ. ഞാൻ എന്റെ മോനോടും മോളോടും ഒന്നും പറയേണ്ടിരുന്നത്. എന്തായിരുന്നു യഥാർത്ഥ പോൾസൺ അപ്പച്ചൻ? ആരായിരുന്നു? നിങ്ങളുടെ ഭാര്യയ്ക്കും മകനും മറ്റു ബന്ധുക്കൾക്കും അറിയാൻ വയ്യാത്ത ഈ പോളച്ചൻ ആരായിരുന്നു? പറ. ചതിയായിരുന്നു സാറേ. എന്റെ മോൾ ഒരു തെണ്ടിയോട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇപ്പോഴും സമ്മതിക്കില്ല. ഞങ്ങളെ കുടുംബക്കാരാ. ഇതെന്റെ മോളാ, എന്റെ മാത്രം മോള്. ഞാനോ ചതിക്കപ്പെട്ടവൻ. ചതി ആവർത്തിക്കരുന്നത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മിന്റ് കെട്ടി വന്ന രാത്രിയാണ് ഞാൻ അറിയുന്നത് തെരേസ പ്രഗ്നന്റ് ആണെന്ന്. കഴുത്തിൽ മിന്നു വീഴുന്നതിന് മുമ്പേ ജോസ്മോന് ജന്മം നൽകി തെരേസമ്മ. ആ ചരിത്രം പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ചരിത്രം ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ജോസ്മോൻ അതറിയണം. അവന്റെ പിതാവ് പോളച്ചനല്ലെന്നും ഈ ചാരശ്ശേരിയാണെന്നും. എന്റെ മോള് ചതക്കപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ എന്റെ മോള് പെട്ടുപോയി. ഒരു തെണ്ടിയുടെ കുഞ്ഞിനെ വളർത്തേണ്ട ഗതികേടാണ് അവക്ക്. ആരുടെ തെണ്ടി? കുടുംബ പാരമ്പര്യം പറയുമ്പോ നിന്റെ ചോരയങ്ങ് തിളക്കിയായിരുന്നുണ്ടാവും. ഇവരെന്ത് തെറ്റാടാ ചെയ്തേ? അവക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾ അനുവാദം കൊടുക്കണമായിരുന്നു. നീയൊക്കെ ദുരഭിമാനികളാ. ഏത് കാലത്താണോ നീയൊക്കെ ജീവിക്കുന്നത്? ഇവര് പുതിയ കുട്ടികളാ. വിദ്യാഭ്യാസമുണ്ട്, അഭിപ്രായമുണ്ട്. അവർക്ക് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാനും അത് നയിക്കാനുമുള്ള ശേഷിയുണ്ട്. ആ അവസരം ഒരുക്കി കൊടുക്കുകയാണ് പാരന്റ്സ് ആയ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ കൊട്ടേഷൻ കൊടുക്കലല്ല വേണ്ടത്. തിളക്കിയവൻ, അവന്റെ ദുരഭിമാനം. ഒന്നോ രണ്ടോ കേസാണോ ഇപ്പോഴും നടക്കല്ലേ? ഓരോന്നോരോന്നായി ദുരഭിമാന കൊലകൾ. പാരമ്പര്യം കിടന്ന് തിളക്കല്ലേ അവന്മാരുടെ ഒക്കെ തലയില്. കൊട്ടേഷൻ കൊടുക്കുമ്പോ മിനിമം നിങ്ങളെ പറ്റിയെങ്കിലും ആലോചിക്കണം. കുടുംബക്കാര് മുഴുവൻ ഉണ്ടല്ലോ, അഴി എണ്ണി കിടക്കട്ടെ. നിങ്ങൾ അകത്ത് കിടക്കുമ്പോ ഈ പിള്ളേര് മനസമാധാനത്തോടെ പുറത്ത് ജീവിക്കോ? ജീവിക്കോ? പറ. തന്ത പോലും തന്ത. പോലീസ് സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ മകൻ ജോസ്മോനെ മര്യാദയ്ക്ക് വളർത്തിയിരുന്നെങ്കിൽ അവന്റെ അനിയത്തിക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. സുഭാഷേ, എല്ലാരും അറസ്റ്റ് രേഖപ്പെടുത്ത. ഈ ലാപ്ടോപ്പ് കുഞ്ഞുമോനെ കൊണ്ടോ? ഇവനെ വിളിച്ചോണ്ട് പോ. സാറേ, എന്നെ ചീറ്റ് ചെയ്ത കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അത് ദുരഭിമാന കൊലയല്ല, ചീറ്റിംഗ് കേസാ. 420. ഇവനിവളും മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. വീട്ടിൽ സാറേ കൊണ്ടുവരതിന് വാടങ്ങോട്ട്. മോളെ വേണ്ട പപ്പ. പപ്പ ഇനി എന്നെ ഒരിക്കലും കാണണ്ട. എല്ലാം അവസാനിച്ചപ്പോഴും സച്ചിയുടെ ജീവനെടുക്കാൻ വീണ്ടും പപ്പ ആ തുരത്തി കയറി വന്നല്ലോ. പപ്പയാ ഏറ്റവും വലിയ ചതിയൻ.
ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അന്ന പോൾ അപ്പച്ചൻ. ഇപ്പോ അന്ന സച്ചിദാനന്ദൻ കലേശൻ. ഏകദേശം ഒരു ഇയറിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അന്ന് ഞാൻ വെറും അന്ന പോൾ അപ്പച്ചനായിരുന്നു. ഇന്ന് ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മ. ഞാനൊരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഈ മയിലാടിത്തുരുത്തിന്റെ മരുമകളായിട്ടാണ്. സൊസൈറ്റിയിലൊരു പൊതുധാരണയുണ്ട്, പണമില്ലാത്തവന് മാത്രമാണ് പ്രശ്നങ്ങളും പരാധീനങ്ങളുമെന്ന്. കൃത്യമായ കാൽക്കുലേഷൻസിലൂടെ ഒരാൾ വളരെ സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അയാൾ സമ്പന്നനാവുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഈ സൊസൈറ്റിയിലുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും അനുഭവിക്കുന്ന ക്രൈസിസുകൾ അത് ഈക്വലാണ്. ഇതെന്റെ വാക്കുകളല്ല, നിങ്ങളുടെ മുന്നിൽ എന്റെയും നിങ്ങളുടെയും സച്ചിദാനന്ദൻ കലേശൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. ഇനി സംസാരിക്കേണ്ടത് ഞാനല്ലാട്ടോ, എന്റെയും നിങ്ങളുടെയും സച്ചിദാനന്ദൻ കലേശൻ തന്നെയാണ്. എന്നെ സ്നേഹിച്ചു പോയെന്ന കുറ്റത്തിന് മാത്രം, ഞങ്ങൾ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്ന ആളാ എന്റെ സച്ചി. ഇനി പറയാനുള്ളത് എന്റെ സച്ചിക്കാണ്. സച്ചി, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. എന്നെ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ചവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും ഒരേ മനസ്സോടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. കണക്കിൻ്റെയും കണക്ക് കൂട്ടലുകളുടെയും ജീവിച്ചവനാണ് ഈ സച്ചിദാനന്ദൻ. പക്ഷേ നമ്മൾ കണക്ക് കൂട്ടുന്നതിൻ്റെ അപ്പുറത്താണ് ഈ പ്രപഞ്ചശക്തിയുടെ കണക്ക് കൂട്ടലുകൾ. ഞാനും എന്നെ ഒരുമിക്കണമെന്ന ആ കണക്ക് തെറ്റിച്ചവരുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഞാനും എന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നോട് ഒരുപാട് പേർക്ക് ചോദിക്കാനുണ്ടെന്നും ഒരുപാട് പറയാനുണ്ടെന്നും എനിക്കറിയാം. ഓരോ ദിവസവും നിങ്ങൾ എനിക്ക് അയച്ചിരുന്ന മെസ്സേജുകൾ, ഹായ്, എന്റെ തുരുത്തും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരില്ലേ, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. ദോ എൻ്റെ മനസ്സിലെ എൻ്റെ ഹീറോ ദേ അന്നും ഒന്നും എൻ്റെ അച്ഛനാണ്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഇനി നിങ്ങളുടെയും കൂടെ ഹീറോയാണ്. അച്ഛാ ദാ ലൈവാ, ദേ ഇതാണ് എൻ്റെ അച്ഛൻ, നിങ്ങളുടെയൊക്കെ സൂപ്പർ ഹീറോ കലേശൻ നാരായണൻ. ഇതെൻ്റെ അമ്മ വിജയമ്മ കലേശൻ. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി അച്ഛനും അമ്മയും ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, രഹസ്യ. നിങ്ങളോട് മാത്രമേ പറയത്തുള്ളൂ എന്നാ പറഞ്ഞേ. അമ്മ പതുക്കെ പറ അച്ഛാ, ലൈവിൽ പറ, കേക്കട്ടെ. പിള്ളേരെ, ഇവൻ തന്നെ പറയായിരുന്നല്ലോ, മക്കൾ നന്നായിട്ട് വളരണമെങ്കിൽ തന്തയും തള്ളയൊക്കെ നല്ലതായിരിക്കണമെന്ന്. ഞാനൊരു നല്ല തന്തയാണ് ഇപ്പോഴെനിക്ക് ബോധ്യമായത്. ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാ. ഒരുപാട് ശത്രുക്കൾ ഞങ്ങൾ ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ടും ഈ തന്തയ്ക്ക് ചങ്കുറപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല മക്കളുടെ തന്തയാവാനുള്ള യോഗമുള്ളതുകൊണ്ടാ. എന്റെ ചെറുമോക്കെ ഞങ്ങളൊരു പേരിടുക. അന്നമോളുടെ മോൾക്ക്, അന്ന സച്ചിദാനന്ദന്റെ മോൾക്ക് കരുതി വെച്ചൊരു പേരുണ്ട്. പക്ഷെ ആ പേരിന്റെ അവകാശം ഞാനല്ലോ കേട്ടോ. ദേ നമ്മുടെ മണിച്ചിമോള, അവള് പറഞ്ഞ പേരാ അത്. എല്ലാരും കേക്കട്ടെ. അന്ന സച്ചിദാനന്ദന്റെ മോൾ കരീന സച്ചിദാനന്ദൻ. എന്റെ കരീന മോൾ. കരീന മോളെ, കരീന മോളെ. കലേശോ, ഞാൻ എൻ്റെ കരീന മോളെ ഒന്ന് എടുക്കട്ടെ. എൻ്റെ മോളോ, അപ്പൊ എൻ്റെ പൊന്നുമോളോ. ഞാൻ ചത്തുപോവാതെ കിടന്നതേ എൻ്റെ പൊന്നുമോളെ കാണാനാ. ഇവിളി തുരുത്തിന്റെ മുത്താ പിള്ളാരെ. കരീന മോളെ, കരീന മോളെ. അപ്പൊ ഫ്രണ്ട്സ്, ഒരുപാട് പേര് കാണുന്നുണ്ട്, മെസ്സേജസും വരുന്നുണ്ട്. സച്ചിയും അന്നയും തിരിച്ചു വരുന്നതിൽ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ദേ ഇവനാണ് നമ്മുടെ ഹീറോ. ഈ കേസിന് ഒരു വഴിത്തലുണ്ടാകാനോ ദേ ഇവനാ. ദാ ഒരു ഹായ് പറഞ്ഞേ. ഒന്നൂടെ കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞേ. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഇനി അടുത്ത ദിവസം ആവാം. ഓക്കെ, അപ്പൊ ഇനി നാളെ വൈകിട്ട് ട്യൂഷൻ വന്നോ കേട്ടോടാ. എന്റെ കാര്യത്തിലും കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. സത്യം വിളിച്ചു പറയുമ്പോ കാണരുത്, കേൾക്കരുത്, പറയരുതെന്നൊരു മഹത്വം സാറ് യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നല്ലോ, നിങ്ങൾക്കറിയാലോ. എന്നിട്ട് അത് കാണാതെ പോയത് എന്താ? ഈ മനുഷ്യയുടെ മനസ്സ് കാണാതെ പോയത് എന്താ? എന്താടാ സച്ചി, എന്താടി എന്നെ?
അല്ല എന്താ? നിങ്ങൾ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുമ്പോഴേ എനിക്കും വേണ്ട ഒരു കുടുംബമൊക്കെ. എനിക്ക് വേണ്ടി കണ്ടുവച്ച ഒരാളുണ്ട്. ദാ അങ്ങോട്ട് വെക്ക്. ഇതാരാന്നറിയോ? നമ്മളെ പോലീസ് വരുന്നേ. അടുപ്പിക്കടാ, എവരെ സ്വീകരിച്ചേ? വാ വാ, ഇങ്ങോട്ട് അടുപ്പിക്ക്. അടുപ്പിക്കടാ, ഇങ്ങോട്ട്. അയ്യോ, ആരായി വരുന്നത്? എന്റെ തമ്പുരാന്. ഞങ്ങളുടെ കരീന മോള്. ഫ്രണ്ട്സ്, ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഈ തുരുത്തിൽ ഇന്നുണ്ടായത്. നിങ്ങളും ഞാനും ഒരുപാട് ആരാധനയോടെ ഇപ്പോഴും കാണുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളുടെ ഈ ബ്രോ, നമ്മുടെ പോലീസ് ബ്രോ സുഭാഷ് ചന്ദ്ര സാർ. ഇത് സാറിന്റെ ഭാഗ്യവതിയായ അമ്മ പത്മാവതി, എൻ്റെ ഗുരുനാഥ ടീച്ചറാണ്. കണക്ക് പുസ്തകങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിൽ ഒരു കണക്കുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥ. പറ ടീച്ചറെ, ലൈവാ, പറഞ്ഞോ. പറ. എനിക്കൊന്നേ പറയാനുള്ളൂ. സച്ചി ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ അവന്റെ ഗുരുനാഥയാണെന്ന്. സത്യത്തിൽ ഇപ്പോ ഞാൻ അവന്റെ ശിഷ്യ. ഇവനെ പോലെയും അന്നെ പോലെയും ജീവിതത്തോട് സമരം ചെയ്ത് ജീവിക്കാൻ പഠിക്ക്. എന്റെ മോൻ സുഭാഷിന് ഈ തുരുത്തിന്നൊരു പെണ്ണ് വേണമെന്ന് ആഗ്രഹമായിരുന്നു. അവൻ കണ്ടുവച്ച ഈ മണിച്ചി എന്റെ മരുമകളായിട്ട് വരുന്നത് എനിക്ക് അന്തസ്സാ. അതങ്ങ് ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നത്. അപ്പൊ കണ്ടല്ലോ ഫ്രണ്ട്സ്, എന്റെ സച്ചി പറയുന്ന പോലെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കണക്കില്ലാത്ത ഒറ്റ കാര്യമുള്ളൂ, അത് സ്നേഹമാണ്. അത് കണക്കില്ലാതെ കിട്ടണം, കണക്കില്ലാതെ കൊടുക്കണം. ഒരുപാട് സ്നേഹവുമായി ഇനിയും ഞങ്ങൾ വരും. Until then, signing off, Anna Sachidanandan Kaleshan and Sachidanandan Kaleshan. കരീന മോളെ, ഞങ്ങളുടെ കരീന മോളെ കണ്ടോ? നിലാവലിഞ്ഞരാവേ മാതളപ്പൂവിടന്നതിങ്ങൂ മാലാകമാ